വോട്ടുകൊള്ളയ്ക്കെതിരെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ മഹാറാലി. അധികാരത്തിലെത്തിയാൽ നിലവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. ബിജെപിയുടെ ആത്മവിശ്വാസം നഷ്ടമായെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. 5 കോടിയിലധികം പേർ ഒപ്പിട്ട വോട്ടുകൊള്ളയ്ക്കെതിരായ നിവേദനം ഉടൻ രാഷ്ട്രപതിക്ക് നൽകും. രാഹുൽ ഗാന്ധി രാജ്യത്ത് നടക്കുന്ന വോട്ടുകൊള്ള തുറന്നുകാട്ടുന്നതായിരുന്നു ഡൽഹിയിൽ കോൺഗ്രസിന്റെ മഹാറാലി. സത്യമെന്ന ആശയത്തിൽ RSSും BJPയും വിശ്വസിക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അധികാരത്തിലെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള സംരക്ഷണം ഒഴിവാക്കി ജ്ഞാനേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി. जैसे आपके DNA में सत्य है, वैसे उनके DNA में असत्य और वोट चोरी है. हम नरेंद्र मोदी और अमित शाह और RSS की सरकार को हटाएंगे. വോട്ടുകൊള്ളക്കെതിരായ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വസതി വരെ എത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി ആഹ്വാനം ചെയ്തു. ज्ञानेश कुमार, सुखबीर सिंह सांधू, विवेक जोशी, ये देश इन 3 नामों को नहीं भूलेगा. इन्हें इस देश को जवाब देना पड़ेगा कि किस तरह से इन्होंने हमारे वोटों का अधिकार हमसे छीनने की कोशिश की. ഇതിനിടയിലും കേരളത്തിൽ NDA തകർത്തെറിഞ്ഞ നേതൃത്വത്തിന് ഖർഗെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. मैं उन सबको कांग्रेचुलेट करता हूं, केरला के नेताओं को, जिन्होंने कोशिश करके NDA को कुचल दिया और वहां आज कांग्रेस सबसे बड़ा झंडा लगा के वहां पर ठहरा है. പ്രതിഷേധത്തിൽ പങ്കെടുക്കുവാൻ 10,000ങ്ങളാണ് ഡൽഹി രാംലീല മൈതാനത്തെത്തിയത്. 10,000ങ്ങളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ഡൽഹി രാംലീല മൈതാനത്ത് വോട്ടുകൊള്ളയ്ക്കെതിരായ കോൺഗ്രസിന്റെ മഹാറാലി. സത്യത്തിനൊപ്പം നിന്ന് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും പരാജയപ്പെടുത്തുമെന്ന പ്രഖ്യാപനവും രാഹുൽ ഗാന്ധി മഹാറാലിയിൽ നടത്തുകയും ചെയ്തു. ഡൽഹിയിൽ നിന്നും മുഹമ്മദ് ആരിഫിനൊപ്പം അരവിന്ദ് PR, മീഡിയ 1.